ദൈവമാന്തികം. ഹലോ ഹരി, ഞാൻ മുംബൈ എയർപോർട്ട് എത്തിട്ടോ. ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ റൈറ്റ്. अब आप अपने मोबाइल फोन का इस्तेमाल कर सकते हैं अपनी सुरक्षा के लिए। कैप्टन की सीट बेल्ट साइन बंद करने तक अपनी कुर्सी पर बैठे। ചേട്ടാ, മാർച്ച് അവസാനമാകുമ്പോ മഴ തുടങ്ങിയല്ലോ. ഇന്നലെ വരെയും ചൂടായിരുന്നു സാറേ. ആണോ? ഈ ഫ്ലാറ്റാണേ. ശരി ശരി ചേട്ടാ, പേയ്മെന്റ് ഞാൻ പ്രീപെയ്ഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരി സാറേ. താങ്ക് യു. ശരി സാർ. ആ ഹലോ, ഗുഡ് ഈവനിങ്. ഡോക്ടർ എലിസബത്ത് അല്ലേ? അതെ, എലിസബത്ത് ആണ്. ഞാൻ വിനോദ് കെ ജി ആണ്. വെസ്റ്റ് ബംഗാൾ ബാഗ്ഡോഗ്രയിൽ ഇപ്പോൾ കൊച്ചി എയർപോർട്ട് എത്തിയിട്ടുണ്ടോ? എന്നോടിപ്പോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വിളിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് വിളിച്ചത്. ഓക്കെ വിനോദ്, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 14 days ക്വാറന്റൈനിലാണ്. അതിനകത്ത് ഒരു വയലേഷനും പാടില്ല, അത് മസ്റ്റ് ആണ്. എല്ലാ കാര്യങ്ങളും അറിയാലോ അല്ലേ? അതെ. ഇപ്പൊ ജലദോഷ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നുമില്ല, ഐ എം ഫിറ്റ് ആൻഡ് ഫൈൻ. ഓക്കെ, എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ എത്രയും വേഗം ഇൻഫോം ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ.
na 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 la 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 na 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 na. എന്താ സാർ ബംഗാളി ബംഗാളി തന്നെ ഞാനൊന്നും പറയണില്ല. ഫേസ്ബുക്കിലിട്ട് വെറുപ്പിക്കുകയാണല്ലോ നീ പോസ്റ്റ് ഇട്ട്. എടാ ഫേസ്ബുക്ക് കണ്ടിട്ട് അസുഖം വിട്ടിട്ട് ഒരു കാര്യമില്ല. കൊൽക്കത്തയിൽ നിന്ന് വന്നിട്ട് അതിന് കൊണ്ടുവന്നണ്ടാ. ആടാ കൊട്ടാങ്കണ്ണ കിടന്നുണ്ട്. പുതിയ ഐറ്റമാ, കൊറോണ, മെയ്ഡ് ഇൻ ചൈന. ഇച്ചിരി എടുക്കട്ടെ. നീ ഇങ്ങനെ ചാടി വന്നത് എയർപോർട്ടിൽ നിന്ന്? അത് പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായില്ല സാറേ. നിന്റെ തന്ത അല്ല എന്റെ തന്ത. കാക്ക കുളിച്ച കൊക്കാവൂല. എടാ അമ്മ വിളിക്കണ്ട ഒരു പിന്നെ കട്ടായില്ല. हमको सिर्फ तुमसे प्यार है, हमको सिर्फ तुमसे प्यार है, ला 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 ला. Con la donnetta, col cavaliere, con la donnetta, la 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 la, col cavaliere, la 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 la. ഓ അമ്മനെ വിളിച്ചിട്ടല്ലോ. ഹലോ, വീട്ടിലെത്തിയോ മോനെ? ആ എത്തിയമ്മ. ഹോസ്പിറ്റലിൽ പോയായിരുന്നോ? ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അമ്മ, ഞാൻ ഇവിടുന്ന് വിളിച്ചിട്ടുള്ളതാണ്. അത് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പൊ മോൻ എന്തായാലും വീട്ടിലിരുന്നല്ലേ ജോലി ചെയ്യുന്നത്, അപ്പൊ സമയമുണ്ടല്ലോ. അപ്പം യോഗയും എക്സസൈസും ഒക്കെ ചെയ്ത് വണ്ണം കുറയാൻ നോക്കണം കേട്ടോ. വളരെ ഉപകാരം. അത് നല്ല നല്ല സമയമല്ലേ ഇപ്പൊ. ഓ ശരി അമ്മ, നീ പിന്നെ പിന്നെ പറയുന്നത് തടി കൂട്ടല്ലേ വെറുതെ. അച്ഛൻ എന്തോ പറയണോ? മോനാണ്. ഹലോ മോനെ. ആ ഫോൺ സോറി. ആ ഹലോ മോനെ. ആ അച്ഛാ, സുഖമായിട്ട് തിരിച്ചെത്തി അല്ലേ? യാത്രയൊക്കെ സുഖമായിരുന്നു. അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ? ആ എല്ലാം കേട്ടു. ആ 14 ദിവസം ക്വാറന്റൈൻ ഉണ്ടല്ലോ, അതാണ്. എനിക്കൊരു കാര്യം പറയണം. ഹലോ മോനെ, ജങ്ക് ഫുഡ് ഒന്നും കഴിക്കരുത് കേട്ടോ. ജങ്ക് ഫുഡ് മോനൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല അമ്മ, ജങ്ക് ഫുഡ് ഒന്നും വാങ്ങിയിട്ടില്ല ഞാനതൊക്കെ നിർത്തിയതൊക്കെ. അമ്മ പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നെയ്യപ്പം പഴംപൊരിയൊക്കെ ജങ്ക് ഫുഡിൽ പെടുമോ? നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. എന്താ ഒന്നിങ്ങനെ ഫോൺ കുത്തിയിരുന്നു. മോന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കരുത്. അങ്ങനെ അമ്മന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഉത്തരം കിട്ടിയില്ല. കർമ്മ എല്ലാ ദൈവനിശ്ചയം. കുഴപ്പമില്ല. ഇനി 14 ദിവസം ഞാൻ അടിച്ചു പൊളിക്കും. നിങ്ങൾ അറിഞ്ഞ ഈ വിനോദങ്ങളിലെ കോവിഡ് ആണെന്ന് തോന്നുന്നു. കിടക്കണ കിടപ്പുണ്ടില്ലേ, ശരിക്കും കോവിഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇനി ഹാപ്പി ക്ലബ് ആര് നോക്കും? നല്ല അങ്കിളായിരുന്നു. ഈ വിനോദങ്ങളിൽ അങ്ങനെയൊന്നും പറ്റില്ല, നിങ്ങൾ വെറുതെ പറയണ്ട. അപ്പൊ വിനോദങ്ങൾ മരിക്കുവോ? വിനോദങ്ങൾ മരിക്കുവോ?
ശുഭാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം. ഗുരുവായൂരപ്പാ. ആണല്ലോ. ഹലോ സർ, ക്വാറന്റൈനിലെ ലിസ്റ്റിൽ വിനോദ് KG അതും ഞാൻ നോക്കാം സർ. വിനോദ് KG അല്ലേ സാറേ? വിനോദ് KG ഉണ്ട്. ഞാൻ വിളിച്ചോളാം സാറേ. ഹലോ, വിനോദാണോ? വിനോദാണ്. വിനോദ്, ഞാൻ വാർഡ് മെമ്പർ ലക്ഷ്മിയാണ്. ക്വാറന്റൈനിൽ താമസിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വിനോദിനെ വിളിച്ചത്. 14 ദിവസം ക്വാറന്റൈനിൽ ശരിക്കും ഇരിക്കണം. എന്താണെന്ന് വെച്ചാൽ 14 ദിവസം നമ്മൾ പുറത്തൊന്നും ഇറങ്ങരുത്. അറിയാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിക്കണം. മാമിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തോളാം. മാഡം, പിന്നെ ഒരു കാര്യം കൂടി അറിയണ്ടായിരുന്നേ. ഈ ക്വാറന്റൈനിലുള്ള ആൾക്കാർക്ക് സൗജന്യ കിറ്റ് എന്തോ പഞ്ചായത്തിന്റെ സൗജന്യ കിറ്റ് ഉണ്ട്. അത് കുഴപ്പമില്ല, ഞാനത് അറേഞ്ച് ചെയ്തോളാം. ഇന്ന് തന്നെ വിനോദിന് വീട്ടില് സൗജന്യ കിറ്റ് കിട്ടും. താങ്ക് യു മാം. हेलो विनोद जी, घर पहुंच गए? कैसा था ट्रिप? नमस्ते मेघना जी, बैक टू स्वीट होम. ഓസം ട്രിപ്പ് था. യു ആർ ലക്കി. ലോക്ക്ഡൌൺ തുടങ്ങുന്ന മുമ്പ് തന്നെ വീട്ടിലെത്തിയല്ലോ. ശരിയാ, എല്ലാം ദൈവനിശ്ചയം. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. ഓ, തുടങ്ങിയോ സാഹിത്യം? You could have stayed with your parents in Bengal itself. Anyway, it is work from home. तो अभी घर का खाना भी मिल जाता, घर पे काम भी हो जाता. ഈ 14 days വീട്ടിൽ തന്നെ ഇരിക്കണ്ടേ? ശരിയാണ്. പക്ഷെ ലാപ്ടോപ്പ് ഇവിടെ ആയി പോയില്ലേ. അതുമല്ല, സ്വന്തം വീട്ടിൽ വർക്ക് ചെയ്യണ പോലെയാണോ വേറെ എവിടെയും വർക്ക് ചെയ്യണത്? अच्छा सुन, बॉस का मेल चेक किया क्या? एक तो बोलता है वर्क फ्रॉम होम, लेकिन उसने टारगेट में तो कुछ कमी रखा नहीं है. यहाँ पे एक तो टारगेट का प्रेशर भी है और उसके ऊपर से कोविड का टेंशन. हाँ, मैं मेल देख ही रहा था. ഈ സമയത്ത് നമുക്കിപ്പോ ജോലികളുണ്ടല്ലോ. അത് ദൈവത്തിന് നന്ദി പറ. बी पॉजिटिव, टारगेट अचीव करेंगे. सुन, मुझे ना अभी स्कैप में कस्टमर का कॉलर है. मैं तुझे बाद में कॉल करती हूँ. यू टेक केयर एंड ऑल दी बेस्ट. बाय. हाँ ठीक है, चलो बाय बाय. സ്വപ്ന വ്യാഖ്യാനം, ലൂസിഡ് ഡ്രീം 2ാം ഭാഗം. വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് ദൈവം നൽകുന്ന സൂചനകളാണ് സ്വപ്നങ്ങൾ എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളും ഖുർആൻ, ബൈബിൾ തുടങ്ങിയ മതഗ്രന്ഥങ്ങളും പറയുന്നത്. സ്വപ്നത്തിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചാൽ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റാനും സാധിക്കും. ദൈവമേ, കാരണന്മാർ പറയാറുണ്ട് പുലർച്ചെ കണ്ട സ്വപ്നം ഫലിക്കും. ഇത് സത്യമാവോ? നീ കണ്ടതൊക്കെ മതി. ഹലോ ഹലോ ഡോക്ടർ, ഇത് വിനോദാ. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായി, പറയൂ വിനോദ്. ഡോക്ടർ, ഈ കോവിഡിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? എന്ത് പറ്റി? ചെറിയ പനി, ജലദോഷം, തൊണ്ടവേദന, ചുമ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന ലക്ഷണങ്ങൾ. എനി പ്രോബ്ലംസ്? പ്രോബ്ലം ഉണ്ട് മാം. പുലർച്ചെ സ്വപ്നം കണ്ടു മരിക്കണത്. സ്വന്തം മരണം കണ്ട്. അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? വിനോദ്,
ഞാനൊരു ഡോക്ടറാണ്, ജോയ്സിനല്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ചെറിയ ചുമയും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. പക്ഷെ പുലർച്ചെ കണ്ട സ്വപ്നം സ്വന്തം മരണം ആദ്യമായിട്ട് കാണുന്നു മാം. വല്ലാതെ ടെൻഷനായിട്ടുണ്ട്. സ്വപ്നത്തിനുള്ള മരുന്ന് എൻ്റെ കയ്യിലില്ല. ചുമയ്ക്കുള്ള മരുന്ന് ഞാനിപ്പോൾ ടെക്സ്റ്റ് ചെയ്യാം. ശരി ഡോക്ടർ. ഒരു സ്വപ്നത്തെ കുറിച്ച് അറിയില്ല, എന്തിനാണ് മനുഷ്യന് ടെൻഷൻ ആവുമ്പോൾ ഇതൊക്കെ ചോദിക്കാൻ പറ്റില്ല. ഇതൊക്കെ പഠിക്കാൻ പറ്റാറില്ല. കർമ്മം എല്ലാ ദൈവ നിശ്ചയം. കുഴപ്പമില്ല. ഇങ്ങനെ പറ്റില്ല. കൃത്യമായ നമ്പർ എഴുതണം. വന്നവരുടെയൊക്കെ അതെ പറഞ്ഞോ. എന്തുണ്ട്, ക്വാറന്റൈനൊക്കെ നന്നായി പോണോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിക്കാം. പോണുണ്ട് കടയിൽ പോകുന്നുണ്ട്, കുറച്ചുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, വാട്സാപ്പിൽ എഴുതി അയക്കും വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ്. അതിനിടയ്ക്ക് ലിസ്റ്റ് വെച്ചു. ഫസ്റ്റാണല്ലോ, കുറെ ഉണ്ടല്ലോ. സോസേജ്, ചീസ്, ബേസിനോ, ബേസൻ കാ ലഡ്ഡു, ഐസ്ക്രീം, ലിംകയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അത് ശരി. ഇവനിത് ക്വാറന്റൈനാണോ അതോ അർമാദിക്കാൻ വേണ്ടിയിട്ടാണോ? യോമിക്കാർ ഇതിനകത്ത് കിടന്ന് ചത്തുവന്ന കോള കാണുന്നു. ഇതൊക്കെ തിന്ന് ജങ്ക് ഫുഡ് എല്ലാം കൂടെ അടിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കാം. അവനോ? ഹരി, ഞാൻ ഫ്ലാറ്റിന് പുറത്തുണ്ട്. സാധനമെല്ലാം കിട്ടി. വെളിയിലുണ്ട്. എല്ലാം കിട്ടിയാ? കിട്ടി എല്ലാം കിട്ടി. ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? ചെറിയ സഹായമൊക്കെ ചെയ്യാനല്ലേ നമ്മൾ ഇരിക്കുന്നത്. ഇല്ല, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കിനി. ഞാൻ ഒന്ന് പുറത്ത് വരാം. തുറക്കണ്ട. ഞാൻ പോയിട്ട് എടുത്താൽ മതി സാധനം. വെളിയിൽ തന്നെ ഉണ്ട്. ഞാൻ പോണ 1 മിനിറ്റ് കഴിഞ്ഞാൽ തുറക്കാം. ഓക്കെ, കുഴപ്പമില്ല. ശരി. ഹലോ, എൽദോസേ പറ. വിനോദേ, എടാ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അഞ്ജലി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ജനീഷ എന്നെ വിളിച്ചത്. നിനക്കൊന്ന് വിളിച്ചൂടെ? അതൊന്നും ശരിയല്ലടാ. അവൾക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടല്ലോ. 5-6 വർഷമായ റിലേഷൻഷിപ്പല്ലടാ. ഒന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് നിന്റെ സ്പേസോ ആകാശമോ ഒന്നും ഇടിഞ്ഞു പോകാമല്ലോ. എടാ വേറൊന്നല്ല, അവൾക്ക് അവളുടെ സ്പേസ് വേണമെന്ന് പറഞ്ഞു. And as a gentleman, I just respected it. That's all. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി വിളിക്കോ വിളിക്കാതിരിക്കോ എന്ത് വേണേലും ചെയ്യും. ഞാൻ കട്ട് ചെയ്യണം. ഹലോ, ഞാൻ തന്നെ വിളിക്കാനിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ തന്നെ സ്പേസ് ഇപ്പോഴും പിണക്കമാണോ? ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ്
ആ അറിയാം അറിയാം. അല്ല സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒന്നുമില്ലേ? അങ്കിളെ ഞങ്ങൾ പുറത്തൊന്നും പോയിട്ടില്ല, ഇന്ന് നമുക്ക് കാണാം. ഇതിപ്പോ തങ്കർച്ചയുണ്ട്. 14 days കഴിഞ്ഞ് ഇനി ഞാൻ അടിച്ചു പൊളിക്കും. അമ്മ പറഞ്ഞിട്ടൊന്നും മറക്കണമെന്ന് കഴിക്കണ്ടെന്ന്. അത്ര വണ്ണൊന്നുമില്ല. ഒരു ബർഗറാവാം. ഫോണെടുപ്പ്. Think of the devil and end those calls. പറയടാ. അപ്പനെ ഓർത്തല്ലേ? നിന്റെ പരോള് കഴിഞ്ഞില്ലടാ. ആ ജയിൽവാസം കഴിഞ്ഞ്. പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കണ്ട. നീ എല്ലാം സെറ്റ് ചെയ്യ്. ആ എടാ ഒരു കോൾ വരുന്നുണ്ടേ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. വിളിക്കണേ. ഹലോ ഹലോ മിസ്റ്റർ വിനോദ് കെ ജി അല്ലേ? ആ സർ. ഇത് കളക്ടറേറ്റ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. മാർച്ച് 24 നിങ്ങൾ ബാഗ്ഡോഗ്ര വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന ആളാണ്. താങ്കളുടെ ക്വാറന്റൈൻ അറിയാം സർ. അതെ അതെ, അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വിളിച്ചത്. രോഗം വല്ലാതെ പടർന്ന സാഹചര്യത്തിനായതിനാൽ ക്വാറന്റൈൻ 28 ദിവസത്തേക്ക് നീട്ടാനാണ് സർക്കാർ തീരുമാനം. അല്ല സാർ, എനിക്കിപ്പോ പനിയും ചുമയൊന്നും ഇല്ല. പിന്നെ സാർ ഈ 28 days ഇന്റർനാഷണൽ ഫ്ലൈറ്റിന് ആൾക്കാർക്കല്ലേ? ആ എനിക്കറിയാം മിസ്റ്റർ വിനോദ്, സർക്കാർ തീരുമാനം നമുക്ക് പാലിച്ചല്ലേ പറ്റൂ. അല്ല സാറേ, ഒരു ദിവസം പുറത്തിറങ്ങാൻ പറ്റുമോ? സോറി മിസ്റ്റർ വിനോദ്, ഇതുവരെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ തുടരും. നിങ്ങൾ അത് പാലിച്ചേ പറ്റൂ. നിങ്ങൾ നിരീക്ഷണത്തിലായിരിക്കും. ഓക്കെ, താങ്ക് യു. എന്ത് ഊളേടാ നീ? വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ. ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കാറുന്നോ? എല്ലാം സെറ്റാണ്ട. നാളെ വൈകിട്ട് എന്റെ വീട്ടില് 7 മണിക്ക് നിനക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്റെ ഫേവറേറ്റ് ബ്രാൻഡ് സാധനം കിട്ടിയേക്കണേ. എന്ത് പാടങ്ങൾ കിട്ടാൻ. അത് ശരിയാവില്ലടാ, എനിക്ക് വരാൻ പറ്റില്ല. എടാ പന്നി, നീ സ്കൂട്ടാവണല്ലേ നൈസായിട്ട്. നിനക്ക് പ്രസാദും ടീമൊക്കെ കിട്ടിണ്ടാവും എടാ. അല്ലടാ, അതെ നീ വിളിച്ചപ്പോ ഒരു കോൾ വന്നില്ലേ, അത് കളക്ടറേറ്റ് ഓഫീസിൽ നിന്നായിരുന്നു. അവർ ഇനി ഒരു 14 ദിവസം കൂടെ നിൽക്കണമെന്ന് പറയുന്നുണ്ട്. ആ എന്താ പറയാ. എടാ നീ ഒരു ദിവസം മുങ്ങാൻ നോക്കടാ. ആരറിയാനാണ്? നീ ഇറങ്ങാൻ നോക്ക്. ഇല്ലടാ, അത് നടക്കില്ലടാ. അവർ വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയവർക്ക് ബുദ്ധിമുട്ടാവുണ്ടല്ലോ. എടാ എന്തായാലും നിങ്ങളെല്ലാം സെറ്റ് ചെയ്തല്ലേ, നിങ്ങൾ അടിച്ചു വിളിക്ക്. നമുക്ക് വേറെ ദിവസം ആവും. ശരി. ഞങ്ങൾ റോയൽ ബെക്സിനാണ്. ഹലോ. ആ ഗോൾഡ് ഡെലിവറിയാ? ഇവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? നീ എവിടെ പോ? ഇപ്പൊ സ്വർഗ റോഡിലുണ്ട്. സ്വർഗത്തിലാ? നിന്നോട് അനുമതി പറയാനല്ലേ പറഞ്ഞേ? വാല് നാക്കില്ലേ? ചോദിച്ചു പാടോ.
ആളെന്നെ വെറുതെ ചൂടാവണ. ഇതാരക്കാ? ചേട്ടാ ഇത് വിനോദ് സാറിനുള്ള പാർസലാണ്. എന്താണ് ഫോട്ടോ എടുക്കുന്നത്? കോവിഡൊക്കെ അല്ലേ, ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഫോട്ടോ എടുക്കണമെന്ന്. ചേട്ടാ കൊടുത്തേക്കണേ. ഹാപ്പി ക്ലബിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളാം. ശരി സാറേ, ഞാൻ പോയിക്കോട്ടെ. ശരി. ഹലോ, ഹായ് സർ, ഗുഡ് മോർണിംഗ്. ഞാൻ ഫ്രാങ്കോ ആണ്, തുമ്പാസുണ്ടയിൽ നിന്ന്. ഞാൻ സാറിനെ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. എന്നെ സാർ, ഞാൻ വിളിച്ചത് ഇപ്പോഴത്തെ കൊറോണ ടൈമിൽ നമ്മളൊരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറയാനാണ് സാർ ഞാൻ വിളിച്ചത്. പറഞ്ഞോ. നമ്മുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോ പറട്ടെ. സാർ, ഈ കോവിഡ് സമയത്ത് നമ്മുടെ മെന്റൽ സ്ട്രെസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ തുമ്പ ക്ലാസ്സൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. സാർ ഒന്ന് ട്രൈ ചെയ്തു. ഒരു പ്രാവശ്യം സാറിന് ട്രൈ ചെയ്തു. അതിന്റെ ഒരു എനർജി സാറിന് ഫീൽ ചെയ്തു. ഓക്കെ, ഞാൻ അതിന്റെ സാറിന് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. സാർ മെയിൽ കണ്ടിരുന്നു. നിന്റെ പേരെന്താ പറഞ്ഞു? ആ സാർ, എന്റെ പേര് ഫ്രാങ്കോ, തുമ്പസുമ്പ. അല്ല ഫ്രാങ്കോ, നമുക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? കോവിഡ് ഒക്കെ അല്ലേ സാറേ, നമുക്ക് വരാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തായാലും കാര്യം സാറേ? ഒന്നല്ലടാ, നിന്നെ രണ്ട് പൊട്ടിക്കാനാ. കോവിഡ് സമയത്ത് അവന്റെ ഉമ്മനെ കെട്ടിക്കാൻ പറ്റിയ തുമ്പ വെക്കണ ഫോൺ താണ്ടി. ഇനി നീ മേലെ എന്നെ വിളിച്ചാണല്ലോ, എന്റെ മോനെ എന്നെ തന്നെ തവന്ന് കാണും. കേരള പന്നി വെച്ച് പോടാ ചെറ്റേ. എന്താ സാറേ? ആ കുഴപ്പമില്ല, പുള്ളി ജോയിൻ ചെയ്യുന്നവരുണ്ട്. വേണ്ടായിരുന്നു, അവനും പോയി. ഹലോ, ഞാൻ വിനോദേ. നീ എന്ത് പണിയാ കാണിക്കണേ? ഞാൻ പറഞ്ഞല്ലോ ഫ്രാങ്കോ നിന്നെ വിളിച്ചത്. നീ അവന്റെ മെക്കെട്ട് കയറിയെന്ന് കേട്ടല്ലോ. അവൻ തന്റെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ കോവിഡ് സമയത്ത് ആരെങ്കിലും സുംബയ്ക്ക് പോടാ. നിനക്ക് ഒടുക്കത്തെ വാശി വരുന്നല്ലോ സൂമ്പ പഠിക്കണം എന്നുള്ളത്. നിനക്ക് ഓൺലൈൻ വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? മറ്റുള്ളവർ ചെയ്യുമ്പോൾ നിനക്ക് ഭയങ്കര പുച്ഛം അല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു പോയില്ലേ. നീ വേണമെങ്കിൽ സോറി പറഞ്ഞോ, എനിക്കൊന്നും പറ്റില്ല. എന്റെ പട്ടി വിളിക്കും. കർമ്മ അങ്ങോട്ട് കൊടുത്തോ ഇങ്ങോട്ട് കിട്ടി. എല്ലാം ദൈവനിശ്ചയം, കുഴപ്പമില്ല. ഹലോ ഹലോ, ഇത് എവിടെയാ? ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. ഐ കോൾ യു ഇൻ സ്കൈപ്പ് ടു. വിളിച്ചാ എടുക്കുകയില്ല, പിന്നെ തിരിച്ചു വിളിക്കുകയില്ല. എല്ലാം ഓക്കെ അല്ലേ? എനിക്കിപ്പോ എന്താ വേണ്ടത്? നീ ഓക്കെ അല്ലെങ്കിൽ താൻ എന്ത് തേങ്ങ ചെയ്യാ? വേറെ പണിന്നല്ലേ? താൻ ഫോൺ വെച്ച് പോടോ. हेलो, क्या हुआ? मैं बाद में कॉल करूं क्या? जस्ट रिलैक्स. ഞാൻ റിലാക്സ് ചെയ്യണോ വർക്ക് ചെയ്യണോ ഞാൻ തീരുമാനിച്ചോളാം. എന്നെ ആരും ഭരിക്കാൻ വരണ്ട, എനിക്കത് ഇഷ്ടമല്ല. നീ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചോളാം, കേട്ടാ? Vinod ji, I called you for a reason. I don't think your mood is right now, so I'll call you back later. ഓ ശരി. ശരി.
സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് കണക്കുകൾ എത്തുകയാണെന്ന് സംസ്ഥാനത്ത് 58 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം വന്നിരിക്കുന്നു. ചികിത്സയിലുള്ള 624 പേരാണ്. ഇന്ന് 10 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഇതുവരെ രോഗമുക്തി നേടിയവർ 575. ഇന്ന് 5 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ജസ്റ്റിന, തിരുവനന്തപുരം. ഞാൻ ട്രോമ കെയർ സെൻ്ററിൽ നിന്നാണ്. സൈക്കോളജിസ്റ്റാണ് ജോൺ. ക്വാറന്റൈനിൽ 20 ദിവസമായല്ലോ. നിങ്ങളുടെ ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട്? ഇതൊന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ മെൻ്റലി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം ഈ നമ്പറിൽ. ഓക്കെ, നമുക്ക് ഒന്നിച്ച് നേരിടാം. ഓക്കെ, ഇനി എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നാട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ വിളിക്കുക. ഏത് സമയത്തും നമ്മൾ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാമല്ലോ, ഗവൺമെന്റ് സപ്പോർട്ട് അതുപോലെയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏത് സമയത്ത് നിങ്ങൾ വിളിക്കണം കേട്ടോ. അയ്യോ, ഞാൻ മറന്നുപോയി. ഇപ്പൊ തന്നെ പോവാം. ഞാനുണ്ട്. വിവരങ്ങൾ അല്പസമയത്തിനകം നമ്മൾ പ്രതീക്ഷിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് എത്തുന്നില്ല എന്നാണ് അറിയുന്നത്. നമുക്ക് ഇപ്പോൾ തന്നെ ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള റിലീസ് എത്തും. അതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. ജസ്റ്റിനയിലേക്ക് ആദ്യം വരുന്നു. തിരുവനന്തപുരത്തേക്ക്. ജസ്റ്റിന, 1000 കടന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം രോഗികളുടെ എണ്ണം. ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്കൊന്നും കേരളം പോകുന്നില്ല, അത്തരത്തിൽ തീരുമാനമായിട്ടില്ല. എങ്കിലും സ്ഥിതിഗതികൾ എങ്ങനെയാണ്? ആശങ്ക ഏത് വിധത്തിൽ നിലനിൽക്കുന്നു? ഇന്നത്തെ കണക്കുകളുടെ സൂചന എന്താണ്? ഫിജി, സ്ഥിതിഗതികൾ ഗുരുതരമാണ്. കാരണം
എനിക്കറിയാം. हाँ बोल हरी. अरे भाई कहाँ थे आप? मैं सुबह से आपको ट्राई कर रहा था. वो जो अपनी शिल्पा दीदी है ना, वो एक्सपायर हो गई आज सुबह. क्या? कब हुआ ये? आज सुबह ही हुआ. मुझे बताया नहीं यार किसी ने. मुझे भी अभी भी पता चला. ओह गॉड. हेलो. अच्छा मैं ना अभी आपको बाद में बात करता हूँ. मैं इनके घर में आया हूँ. आई विल कॉल यू बैक.